എല്ലാവർക്കും PSC പ്രീമിയറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്കണോമിക്സ് ആണ്. PSC ബുള്ളറ്റിൻ്റെ അകത്ത് വന്നിട്ടുള്ള എക്കണോമിക്സിൻ്റെ ഒരു സെറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. 50 ചോദ്യങ്ങളുണ്ട്. നമുക്ക് 50 ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്കണോമിക്സ് ഒരുപാട് പേർക്ക് തെറ്റുന്നത് അല്ലെങ്കിൽ ഒരുപാട് പേര് പഠിക്കാൻ മടിക്കുന്ന ഒരു ടോപ്പിക്കാണ് എക്കണോമിക്സ്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് പ്രീവിയസ് ചോദ്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് നല്ല റയർ ക്വസ്റ്റ്യൻസ്, നമുക്ക് തെറ്റിപ്പോകാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങളും ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. താഴെ പറയുന്ന സാമ്പത്തിക ശാസ്ത്ര ഗ്രന്ഥങ്ങൾ, ഗ്രന്ഥകർത്താക്കൾ എന്നിവയിൽ ശരിയായത് ഏതെല്ലാം? അതായത് ചോദ്യത്തിൽ ഗ്രന്ഥങ്ങളും അതിൻ്റെ ഗ്രന്ഥകർത്താക്കളുമാണ് തന്നിരിക്കുന്നതിൽ ശരിയായത് ഏതെല്ലാം? അതിൻ്റെ ഉത്തരം ഈ 1, 2, 3, 4 4 ശരിയാണെന്നാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ആഡം സ്മിത്ത് ആണ് വെൽത്ത് ഓഫ് നേഷൻസ് എഴുതിയത്. ഗുന്നർ മിർ ദയാൽ ഏഷ്യൻ ഡ്രാമ. അമർത്യ സെൻ പോവർട്ടി ആൻഡ് ഫെമിൻ എഴുതിയത് അമർത്യ സെൻ. ദാദാഭായ് നവറോജി പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ആഡം സ്മിത്ത് വെൽത്ത് ഓഫ് നേഷൻസ്, ഗുന്നർ മിർ ദയാൽ ഏഷ്യൻ ഡ്രാമ, അമർത്യ സെൻ പോവർട്ടി ആൻഡ് ഫെമിൻ, ദാദാഭായ് നവറോജി പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അടുത്ത ചോദ്യം, ഒരു രാജ്യത്തിന്റെ മൂലധനം, സാങ്കേതിക വിദ്യ ഉൽപ്പന്നങ്ങൾ എന്നിവ പ്രത്യേക നിയന്ത്രണങ്ങളില്ലാതെ മറ്റൊരു രാജ്യത്തേക്ക് വ്യാപിപ്പിക്കുന്ന പ്രക്രിയയെ അറിയപ്പെടുന്ന പേര്? ഒന്നുകൂടെ ഞാൻ ചോദ്യം വായിക്കാം. ഒരു രാജ്യത്തിന്റെ മൂലധനം, സാങ്കേതിക വിദ്യ ഉൽപ്പന്നങ്ങൾ എന്നിവ പ്രത്യേക നിയന്ത്രണങ്ങളില്ലാതെ മറ്റൊരു രാജ്യത്തേക്ക് വ്യാപിപ്പിക്കുന്ന പ്രക്രിയയെ അറിയപ്പെടുന്ന പേരാണ് ആഗോളവൽക്കരണം. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ 20, 50, 100, 500 രൂപ നോട്ടുകൾ അച്ചടിക്കുന്ന പ്രസ് ഏതാണ്? നല്ലൊരു ചോദ്യമാണ്, ഒരു റയർ ക്വസ്റ്റ്യൻ ആണ്. നമ്മളങ്ങനെ അതിന് ചോദിച്ച് കണ്ടിട്ടില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഒന്നുകൂടെ പറയാം. ഇന്ത്യയിൽ 20 രൂപ, 50 രൂപ, 100 രൂപ, 500 രൂപ നോട്ടുകൾ അച്ചടിക്കുന്ന പ്രസ് ഏതാണ്? ബാങ്ക് നോട്ട് പ്രസ് ദിവാസ്. മധ്യപ്രദേശിലെ ദിവാസിലുള്ള ബാങ്ക് നോട്ട് പ്രസ്സിലാണ് 20 രൂപ, 50 രൂപ, 100 രൂപ, 500 രൂപയൊക്കെ അടിക്കുന്നത്. ദാരിദ്ര്യ നിർണയ കമ്മിറ്റിയുടെ അവലോകന പ്രകാരം ഗ്രാമീണ ജനതയ്ക്ക് ഒരു ദിവസം ആവശ്യമായ പോഷകാഹാരത്തിന്റെ അളവ് എത്രയാണ്? ഇത് പ്രീവിയസ് ചോദ്യമാണ്, വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ദാരിദ്ര്യ നിർണയം, അതായത് നമുക്കിപ്പോൾ ഒരു കാറ്റഗറി BPL ആണോ എന്ന് നമ്മൾ നിർണ്ണയിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഒരാൾക്ക് ഒരു ദിവസം ആവശ്യമായ പോഷകാഹാരത്തിന്റെ അളവ് അനുസരിച്ചിട്ടാണ് ദാരിദ്ര്യം നിർണ്ണയിക്കുന്നത്. ഒരു കമ്മിറ്റി BPL ആണോ APL ആണോ എന്നൊക്കെ നമ്മൾ നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം എത്ര വേണമെന്നാണ് അവർ പറയുന്നത്? 2400 കലോറി എങ്കിലും ഒരു ദിവസം ഒരാൾക്ക് കിട്ടിയില്ലെങ്കിൽ അയാൾ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയും അതിന് മുകളിൽ കിട്ടുന്നവർക്ക് ദാരിദ്ര്യ രേഖയ്ക്ക് മുകളിലുള്ളവരുമാണ്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം. ദാരിദ്ര്യ നിർണയ കമ്മിറ്റിയുടെ അവലോകന പ്രകാരം ഗ്രാമീണ ജനതയ്ക്ക് ഒരു ദിവസം ആവശ്യമായ പോഷകാഹാരത്തിന്റെ അളവ് എത്രയാണ്? 2400 കലോറി. ഒരു ഉൽപ്പന്നത്തിന്റെ പാക്കറ്റിൽ റഗ്മാർക്ക് മുദ്ര പതിപ്പിച്ചിട്ടുണ്ട് ആയതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണ്? അപ്പോൾ ഒരു പാക്കറ്റിലെ റഗ്മാർക്ക് മുദ്ര കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിന് എന്താണെന്ന് മനസ്സിലാക്കണം. ബാലവേല ഉപയോഗിക്കാതെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് കൊടുക്കുന്ന മുദ്രയാണ് റഗ്മാർക്ക്. റഗ്മാർക്ക് എന്താണ്? ബാലവേല ഉപയോഗിക്കാതെയുള്ള ഉൽപ്പന്നമാണ് റഗ്മാർക്ക്. അടുത്ത ചോദ്യം, യോഗക്ഷേമം വഹാമ്യഹം, യുവർ വെൽഫെയർ ഈസ് അവർ റെസ്പോൺസിബിലിറ്റി എന്നത് ഏത് ഇൻഷുറൻസ് കമ്പനിയുടെ ആപ്തവാക്യമാണ്? LICയുടെ ആപ്തവാക്യമാണ് യോഗക്ഷേമം വഹാമ്യഹം. 1930കളിലെ സാമ്പത്തിക മാന്ദ്യത്തിന് കാരണമായി പറയുന്ന വാൾ സ്ട്രീറ്റ് ദുരന്തം എന്നത് ഏത് രാജ്യത്തിന്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വിലയിലുണ്ടായ തകർച്ചയാണ്? നല്ലൊരു ചോദ്യമാണ്. 1930കളിലെ സാമ്പത്തിക മാന്ദ്യത്തിന് കാരണമായി പറയുന്ന വാൾ സ്ട്രീറ്റ് ദുരന്തം ഏത് രാജ്യത്തിന്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വിലയിലുണ്ടായ തകർച്ചയാണ്? ന്യൂയോർക്കിന്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വിലയിലുണ്ടായ തകർച്ചയാണ് വാൾ സ്ട്രീറ്റ് ദുരന്തം എന്നറിയപ്പെടുന്നത്. അത് 1930കളിലാണ് ആ സംഭവം നടന്നത്. ഓഹരി വിപണികളിലെ ഗവൺമെന്റ് ഓഹരികൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? നല്ലൊരു ചോദ്യമാണ്. ഓഹരി വിപണികളിലെ ഗവൺമെന്റ് ഓഹരികൾ അറിയപ്പെടുന്ന പേരാണ് ഗിൽഡ്. എന്താണ് ഗിൽഡ്? ഇന്ത്യൻ ഓഹരി വിപണികളെ നിയന്ത്രിക്കുന്ന സ്ഥാപനമായ സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സ്ഥാപിതമായ വർഷം 1988. അപ്പോൾ സെബി സ്ഥാപിതമായത് 1988ലാണ്. സർചാർജ് എന്നത് ഏത് തരം നികുതിയാണ്? പ്രത്യക്ഷമോ പരോക്ഷമോ ആയ നികുതിക്ക് പുറമെ ഈടാക്കുന്ന അധിക നികുതിയാണ് സർചാർജ്. അപ്പോൾ ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സിന് പുറമെ ഈടാക്കുന്ന അധിക നികുതി അറിയപ്പെടുന്ന പേരാണ് സർചാർജ്.
നികുതി രേഖകൾ സമർപ്പിച്ച ഗവൺമെന്റ് സർവീസിലുള്ള ഉദ്യോഗസ്ഥനോട് പാൻ കാർഡ് വിവരങ്ങൾ ആവശ്യപ്പെട്ടു. പാൻ എന്നതിന്റെ പൂർണ്ണരൂപം എന്താണ്? ഇത്രയേ ഉള്ളൂ. ചോദ്യം ഇതാണ്, പാൻ എന്നതിന്റെ പൂർണ്ണരൂപം എന്താണ്? പെർമനന്റ് അക്കൗണ്ട് നമ്പർ എന്നാണ് പാനിന്റെ പൂർണ്ണരൂപം. പെർമനന്റ് അക്കൗണ്ട് നമ്പർ. ഇന്ത്യയിൽ നികുതി പരിഷ്കരണത്തിന് നിർദ്ദേശം നൽകിയ കമ്മിറ്റി ഏതാണ്? രാജ ചെല്ലയ്യ കമ്മിറ്റിയാണ് ഉത്തരം. അതിന്റെ കൂടെ മൽഹോത്രയും കൂടെ വന്നു പോയതാണ്. അപ്പോൾ രാജ ചെല്ലയ്യ കമ്മിറ്റിയാണ് ഇന്ത്യയിൽ നികുതി പരിഷ്കരണത്തിന് നിർദ്ദേശം നൽകിയ കമ്മിറ്റി. താഴെ പറയുന്നവയിൽ ശരിയായത് ഏതെല്ലാമാണ്? എന്തൊക്കെയാണ് നമുക്ക് പിന്നെ നോക്കാം. ഉത്തരം ആദ്യം നോക്കാം. 1, 2, 3, 4 നാലും ശരിയാണ്. അപ്പോൾ നമുക്ക് 4 ചോദ്യം ഏതൊക്കെയാണെന്ന് പഠിക്കാം. താഴെ പറയുന്നവയിൽ ശരിയായത് ഏതെല്ലാമാണ്? വാഗുൽ കമ്മിറ്റി ഇന്ത്യൻ മണി മാർക്കറ്റ് പഠിക്കാൻ വേണ്ടി നിയോഗിച്ച കമ്മിറ്റിയാണ് വാഗുൽ കമ്മിറ്റി. വാഗുൽ കമ്മിറ്റി ഇന്ത്യൻ മണി മാർക്കറ്റ്. SN വർമ്മ കമ്മിറ്റി ആണെങ്കിൽ എന്താണ്? കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ പുനർസംഘടന. SN വർമ്മ കമ്മിറ്റി കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ പുനഃസംഘടന. ശിവരാമൻ കമ്മിറ്റി നബാർഡിന്റെ രൂപീകരണം. ഒരുപാട് തവണ പ്രീവിയസ് ചോദിച്ച ചോദ്യമാണ് ശിവരാമൻ കമ്മിറ്റി നബാർഡിന്റെ രൂപീകരണം. രേഖി കമ്മിറ്റി പരോക്ഷ നികുതി. രേഖി കമ്മിറ്റി എന്താണ്? പരോക്ഷ നികുതി. ഇൻഡയറക്ട് ടാക്സിനെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റിയാണ് രേഖി കമ്മിറ്റി. ഒന്നും കൂടെ നമുക്ക് നോക്കാം. വാഗുൽ ഇന്ത്യൻ മണി മാർക്കറ്റ്. വാഗുൽ ഇന്ത്യൻ മണി മാർക്കറ്റ്. SN വർമ്മ കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ പുനഃസംഘടന. ശിവരാമൻ നബാർഡിന്റെ രൂപീകരണം. രേഖി പരോക്ഷ നികുതി. സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രധാന വരുമാന മാർഗം ഏത്? സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രധാന വരുമാന മാർഗം വിൽപ്പന നികുതിയാണ്. വിൽപ്പന നികുതി. ഇന്ത്യയിൽ മൂല്യവർദ്ധിത നികുതി വാറ്റ് നിലവിൽ വന്ന വർഷം 2005 ഏപ്രിൽ 1. വാറ്റ് എന്നാണ് നിലവിൽ വന്നത്? 2005 ഏപ്രിൽ 1. GST കൗൺസിലിലെ അംഗങ്ങളിൽ ഉൾപ്പെടാത്തത് ആരാണ്? GST കൗൺസിലിലെ അംഗങ്ങളിൽ ഉൾപ്പെടാത്തത് ആരാണ്? ചെയർമാൻ. നീതി ആയോഗിന്റെ ചെയർമാൻ GST കൗൺസിലിലെ അംഗങ്ങളിൽ ഉൾപ്പെടുന്നില്ല. അപ്പോൾ ഉൾപ്പെടുന്നത് ആരൊക്കെയാണ്? കേന്ദ്ര ധനകാര്യമന്ത്രി, കേന്ദ്ര റവന്യൂ സഹമന്ത്രി, കേന്ദ്ര ധനകാര്യ മന്ത്രിമാർ. സംസ്ഥാന ധനകാര്യ മന്ത്രിമാർ. ആരൊക്കെയാണ് GST കൗൺസിലിലെ അംഗങ്ങളിൽ ഉള്ളത്? കേന്ദ്ര ധനകാര്യമന്ത്രി, കേന്ദ്ര റവന്യൂ സഹമന്ത്രി, സംസ്ഥാന ധനകാര്യ മന്ത്രിമാർ. അപ്പോൾ നീതി ആയോഗിന്റെ ചെയർമാൻ GST കൗൺസിലിലെ അംഗമല്ല. ബാങ്കുകളുടെ ബാങ്ക്, വായ്പകളുടെ നിയന്ത്രകൻ എന്നീ വിശേഷണങ്ങളുള്ള റിസർവ് ബാങ്കിന്റെ ചിഹ്നത്തിലുള്ള വൃക്ഷം ഏതാണ്? അപ്പോൾ ബാങ്കുകളുടെ ബാങ്ക്, വായ്പകളുടെ നിയന്ത്രകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ആണ്. അതിന്റെ ചിഹ്നത്തിലുള്ള വൃക്ഷം എണ്ണപ്പന. യൂറോപ്യൻ യൂണിയന്റെ ഔദ്യോഗിക കറൻസിയായ യൂറോ നിലവിൽ വന്നത് എന്ന്? 1999 ജനുവരി 1 യൂറോ നിലവിൽ വന്നത്. ഇപ്പോൾ യൂറോപ്യൻ യൂണിയന്റെ കറൻസിയാണ് യൂറോ. നിലവിൽ വന്നത് 1999 ജനുവരി 1. ഇന്ത്യൻ രൂപയ്ക്ക് നിലവിലുള്ള ചിഹ്നം രൂപകൽപ്പന ചെയ്ത തമിഴ്നാട് സ്വദേശിയാണ് D. ഉദയകുമാർ. ആരാണ്? D. ഉദയകുമാറാണ് ഇന്ത്യൻ റുപ്പിയുടെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത്. ഇന്ത്യൻ കറൻസികളിൽ 1 രൂപ ഒഴികെയുള്ള മറ്റെല്ലാ നോട്ടുകളിലും ഒപ്പിടുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഗവർണറാണ്. 1 രൂപ ഒഴികെ മറ്റെല്ലാ നോട്ടുകളിലും ഒപ്പിടുന്നത് റിസർവ് ബാങ്ക് ഗവർണർ. കറൻസി നോട്ടുകൾ പുറത്തിറക്കാനുള്ള അധികാരം ഇന്ത്യ ഗവൺമെന്റിൽ നിക്ഷിപ്തമായത് ഏത് ആക്ട് പ്രകാരമാണ്? പേപ്പർ കറൻസി ആക്ട് 1861 പ്രകാരമാണ് ഇന്ത്യ ഗവൺമെന്റിൽ നിക്ഷിപ്തമായത്. ചുവടെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന ഏത്? ചുവടെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന ഏത്? മേൽപ്പറഞ്ഞവയെല്ലാം ശരിയാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് പ്രസ്താവന എന്ന് നോക്കാം. 1996 മുതലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മഹാത്മാഗാന്ധി സീരീസിലുള്ള നോട്ടുകൾ പുറത്തിറക്കിയത്. അപ്പോൾ മഹാത്മാഗാന്ധി സീരീസിലെ നോട്ടുകൾ പുറത്തിറക്കിയത് എന്ന് മുതലാണ്? 1996 മുതൽ. ഇന്ത്യൻ കറൻസികളിൽ 17 ഭാഷകളിൽ നോട്ടിന്റെ മൂല്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ കറൻസികളിൽ 17 ഭാഷകളിൽ നോട്ടിന്റെ മൂല്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ നോട്ടിൽ മൂല്യം രേഖപ്പെടുത്തിയിട്ടുള്ള ഏക വിദേശ ഭാഷ നേപ്പാളിയാണ്. ഇപ്പോൾ 96 മുതൽ ഗാന്ധി സീരീസ് തുടങ്ങി 17 ഭാഷകളുണ്ട്. നേപ്പാളിയാണ് വിദേശ ഭാഷ. എല്ലാ കുടുംബങ്ങളിലെയും ഒരംഗത്തിനെങ്കിലും ബാങ്ക് അക്കൗണ്ട് എന്ന നേട്ടം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിംഗ് ജില്ല ഏതാണ്? ഉത്തരം പാലക്കാട്. അപ്പോൾ നമ്മളിങ്ങനെ സമ്പൂർണ്ണ ബാങ്കിംഗ് ജില്ല എന്നൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ മുമ്പ് പഠിച്ചിട്ടുള്ളവർക്ക് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അന്നൊക്കെ നമുക്ക് എന്താണ് ഈ സമ്പൂർണ്ണ ബാങ്കിംഗ് എന്ന് അറിയണമെന്ന് അറിയില്ലായിരുന്നിരിക്കാം പലർക്കും. അപ്പോൾ അതിൻ്റെ ഉത്തരം ഇതാണ്. എല്ലാ കുടുംബങ്ങളിലെയും ഒരംഗത്തിനെങ്കിലും ബാങ്ക് അക്കൗണ്ട് എന്ന നേട്ടം കൈവരിച്ചത് കൊണ്ടാണ് സമ്പൂർണ്ണ ബാങ്കിംഗ് ജില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അതേതാണ്? പാലക്കാടാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് ജില്ല. താഴെ പറയുന്നവയിൽ ഏത് ബാങ്കിന്റെ ആസ്ഥാനമാണ് ന്യൂഡൽഹിയിൽ സ്ഥിതി ചെയ്യാത്തത്? ഇപ്പോൾ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ന്യൂഡൽഹി അല്ല. ബാക്കിയുള്ളതിൻ്റെ എല്ലാം ന്യൂഡൽഹിയാണ്. അപ്പോൾ ന്യൂഡൽഹി ആസ്ഥാനമായ ബാങ്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്.
ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ 1969 ജൂലൈ 19 എത്ര ബാങ്കുകളെയാണ് ദേശസാൽക്കരണം നടത്തിയത്? 14 ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്. 1969 ജൂലൈ 19. ആ ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ദിരാഗാന്ധിയാണ് ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണം നടത്തിയത്. 1969 ജൂലൈ 19 14 ബാങ്കുകളെയാണ് ദേശസാൽക്കരിച്ചത്. യുവർ പെർഫെക്റ്റ് ബാങ്കിങ് പാർട്ണർ എന്നത് ഏത് ബാങ്കിന്റെ ആപ്തവാക്യമാണ്? ഫെഡറൽ ബാങ്കിന്റെ ആപ്തവാക്യമാണ് യുവർ പെർഫെക്റ്റ് ബാങ്കിങ് പാർട്ണർ. താഴെ പറയുന്നവയിൽ ഏതാണ് മുദ്രാ ലോൺ മേളകൾ വഴി നൽകുന്ന ലോണുകളിൽ ഉൾപ്പെടാത്തത്? അപ്പം മുദ്രാ ലോൺ മേളകൾ വഴി നൽകുന്ന ലോണുകളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? തരുൺ, ശിശു, കിഷോർ. തരുൺ, ശിശു, കിഷോർ ഇവയാണ് മുദ്രാ ലോൺ മേളകൾ വഴി നൽകുന്ന ലോണുകളിൽ ഉൾപ്പെടുന്നത്. കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയുള്ള ദേശീയ ബാങ്കായ നബാർഡ് മുംബൈ ആസ്ഥാനമായി രൂപം കൊണ്ടത് ഏത് വർഷത്തിലാണ്? 1982 ജൂലൈ 12 ഒരുപാട് തവണ പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഡേറ്റ് ഉൾപ്പെടെ ചോദിച്ചിട്ടുണ്ട്. 1982 ജൂലൈ 12 നബാർഡ് മുംബൈ ആസ്ഥാനമായി രൂപീകരിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി കോർ ബാങ്കിംഗ് സംവിധാനം നടപ്പിലാക്കിയ ബാങ്ക് SBI. നല്ലൊരു ചോദ്യമാണ്. ഇന്ത്യയിൽ ആദ്യമായി കോർ ബാങ്കിംഗ് സംവിധാനം നടപ്പിലാക്കിയ ബാങ്ക് SBI. 2017 ഏപ്രിൽ 1 SBI ലയിപ്പിച്ച ബാങ്കുകളിൽ ഉൾപ്പെടാത്തതേത്? അപ്പം ഉൾപ്പെട്ട 2017 ഏപ്രിൽ 1 SBI ലയിച്ച ബാങ്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാട്യാല, ഭാരതീയ മഹിളാ ബാങ്ക്. GSTയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? അപ്പോൾ ബാക്കി നമുക്ക് ശരിയായ പ്രസ്താവന നോക്കിയാൽ പോരെ. GST നിലവിൽ വന്നത് 2017 ജൂലൈ 1 GST എന്നത് 122ാമത് ഭരണഘടനാ ഭേദഗതി ബില്ലാണ്. GST ബിൽ രാജ്യവ്യാപകമായി നടപ്പിലാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രോജക്ട് സാക്ഷം. അപ്പോൾ ഒന്നുകൂടെ ആ 3 പോയിന്റ് നോക്കാം. GST നിലവിൽ വന്നത് 2017 ജൂലൈ 1, 122ാമത്തെ ഭരണഘടനാ ഭേദഗതി. സാക്ഷം പദ്ധതി എന്തിനാണ്? GST ബിൽ രാജ്യവ്യാപകമായി നടപ്പിലാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രോജക്ട് സാക്ഷം. അപ്പോൾ ആ തെറ്റായ ഉത്തരം കൊടുത്തിരിക്കുന്നത് എന്താണ്? GST ബിൽ പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം കേരളം ആണെന്നാണ്. അപ്പോൾ അല്ല, GST ബിൽ പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? അസമാണ്. GST ബില്ല് പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം, കേരളം അല്ല. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. GST വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2017 ജൂലൈ 1 122ാമത്തെ ഭരണഘടനാ ഭേദഗതി പ്രോജക്ട് സാക്ഷം. ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണറായ ശക്തികാന്ത ദാസ് പ്രസ്തുത സ്ഥാനം വഹിക്കുന്ന എത്രാമത്തെ വ്യക്തിയാണ്? 25ാമത്തെ വ്യക്തിയാണ് ശക്തികാന്ത ദാസ്. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ചുവടെ പറയുന്നവയിൽ ഏതാണ്? 2012-2017 കാലഘട്ടമാണ് 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്. സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികത്തിൽ ആരംഭിച്ച പദ്ധതി, ജനകീയ പദ്ധതി എന്നീ വിശേഷണങ്ങൾ ലഭിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? 9 50. ഞാൻ ഈ സംഭവം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു 9 50 എന്ന് പറഞ്ഞിരുന്നു. അപ്പം 50ാമത്തെ വാർഷികത്തിൽ വന്ന പദ്ധതി അല്ലെങ്കിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന പദ്ധതിയാണ് 9ാം പദ്ധതി, ജനകീയ പദ്ധതി എന്നും അറിയപ്പെടുന്നു. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ രാജ് കൃഷ്ണ അവതരിപ്പിച്ച ഹിന്ദു വളർച്ചാ നിരക്ക് എന്ന പദം അർത്ഥമാക്കുന്നത് എന്ത്? 1950 മുതൽ 1980 വരെയുള്ള കാലയളവിലെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ താഴ്ന്ന വളർച്ചാ നിരക്കാണ് ഹിന്ദു വളർച്ചാ നിരക്ക് എന്ന് രാജ് കൃഷ്ണ അവതരിപ്പിച്ചത്. ഈ ചോദ്യം ഹിന്ദു വളർച്ചാ നിരക്ക് എന്ന പദം ആരാണ് പറഞ്ഞതെന്ന് ചോദിച്ചിരുന്നു. പ്രീവിയസ് ചോദ്യമാണ്, രാജ് കൃഷ്ണയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? 1950 മുതൽ 80 വരെയുള്ള കാലയളവിലെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ താഴ്ന്ന വളർച്ചാ നിരക്കിനെയാണ് ഹിന്ദു വളർച്ചാ നിരക്ക് എന്ന് പറയുന്നത്. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളിൽ വാർഷിക പദ്ധതി അതായത് ആനുവൽ പ്ലാൻസ് നടപ്പിലാക്കിയിട്ടുള്ള കാലയളവ് ഏതാണ്? ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളിൽ വാർഷിക പദ്ധതി ആനുവൽ പ്ലാൻസ് നടപ്പിലാക്കിയിട്ടുള്ള കാലയളവ് ഏതാണ്? ഓപ്ഷൻസ് എല്ലാം ശരിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആൻസർ ഏതൊക്കെയാണ്? 90-92 ആനുവൽ പ്ലാൻ ആയിരുന്നു, 66-69 ആനുവൽ പ്ലാൻ ആയിരുന്നു, 79-80 ആനുവൽ പ്ലാൻ ആയിരുന്നു. അപ്പോൾ 66-69, 79-80, 90-92 ഇതെല്ലാം ആനുവൽ പ്ലാൻസ് നടപ്പിലാക്കിയ കാലഘട്ടമാണ്. പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്നത് 1952 രൂപം കൊണ്ട NDC ആണ്. NDC എന്നത് എന്താണ്? നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ എന്നാണ് NDC അറിയപ്പെടുന്നത്. 1952 രൂപം കൊണ്ടത്. ഈ ഓർഗനൈസേഷന്റെ ജോലി എന്താണ്? പഞ്ചവത്സര പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്നത് NDC ആണ്. 500, 1000 രൂപ നോട്ടുകൾ പിൻവലിക്കുന്നതിനായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപനം നടത്തിയ ദിവസം 2016 നവംബർ 8. ഇപ്പോൾ പ്രചാരത്തിലുള്ളതും പുതുതായി പുറത്തിറക്കിയതുമായ ഇന്ത്യൻ കറൻസികളെയും അവയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ചിഹ്നങ്ങളെയും സംബന്ധിച്ച് തെറ്റായത് ഏത്?
നമുക്ക് തെറ്റായി നോക്കണ്ട, നമുക്ക് ശരിയായിട്ടുള്ളത് നോക്കാം. 500 രൂപയിൽ കാണുന്നത് എന്താണ്? ചെങ്കോട്ടയാണ് 500 രൂപയിലുള്ളത്. 200 രൂപയിൽ സാഞ്ചി സ്തൂപം, 2000 രൂപയിൽ മംഗൾയാൻ. ഇന്ത്യയിൽ ഡിമോണൈറ്റൈസേഷൻ അതായത് കറൻസി പിൻവലിക്കൽ നടത്തിയിട്ടില്ലാത്ത വർഷമേത്? അതായത് ഡിമോണൈറ്റൈസേഷൻ നടത്തിയിട്ടില്ലാത്ത വർഷമേത്? 1954 ശരി ഉത്തരം. അപ്പോൾ ഏതൊക്കെ വർഷത്തിൽ ഡിമോണൈറ്റൈസ് ചെയ്തിട്ടുണ്ട്? 1946, 78, 2016. 46, 78, 2016 ഈ കാലഘട്ടങ്ങളിലെല്ലാം കറൻസി പിൻവലിക്കൽ നടത്തിയിട്ടുണ്ട്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ലൈസസ്ഫിയർ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആഡം സ്മിത്ത് ആണ്. ഈ പറയുന്ന എല്ലാം ശരിയാണ്. അപ്പോൾ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ്, ലൈസസ്ഫിയർ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് എന്നത് ആഡം സ്മിത്ത്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ദാദാബായ് നവറോജി. ചോദന നിയമം ലോ ഓഫ് ഡിമാൻഡ് ആൽഫ്രഡ് മാർഷൽ. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവായ എം വിശ്വേശ്വരയ്യ എഴുതിയ ഗ്രന്ഥമാണ് പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ. അപ്പം ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ്, ലൈസസ്ഫിയറിന്റെ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ആഡം സ്മിത്ത് ആണ്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ദാദാബായ് നവറോജി. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആഡം സ്മിത്ത് എങ്കിൽ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ദാദാബായ് നവറോജി. ചോദന നിയമം ലോ ഓഫ് ഡിമാൻഡ് എന്നറിയപ്പെടുന്ന നിയമം എഴുതിയത് ആരാണ് അല്ലെങ്കിൽ കൊണ്ടുവന്നത്? ആൽഫ്രഡ് മാർഷൽ. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവായ എം വിശ്വേശ്വരയ്യയുടെ പുസ്തകമാണ് പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ. അടുത്ത ചോദ്യം, പണം ചെയ്യുന്നത് എന്താണോ അതാണ് പണം. മണി ഈസ് വാട്ട് മണി ഡസ് എന്ന് പറഞ്ഞത് ആര്? വാക്കർ ആണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ആരാണ് അങ്ങനെ പറഞ്ഞത്? വാക്കർ ആണ് പറഞ്ഞത്. എന്താണ്? മണി ഈസ് വാട്ട് മണി ഡസ്. പണം ചെയ്യുന്നത് എന്താണോ അതാണ് പണം എന്ന് പറഞ്ഞത് വാക്കർ. ഇന്ത്യയിൽ ഏതു തരം സമ്പദ് വ്യവസ്ഥയാണ് നിലവിലുള്ളത്? മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയിൽ നിലവിലുള്ളത്. ചുവടെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? എല്ലാം ശരിയാണ്. അപ്പം നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രാഥമിക മേഖലയുടെ അടിത്തറ കൃഷിയാണ്. പ്രൈമറി സെക്ടറിന്റെ അടിത്തറ കൃഷിയാണ്. ദ്വിതീയ മേഖല എന്നറിയപ്പെടുന്നത് വ്യവസായ മേഖലയാണ്. വ്യവസായ മേഖല എന്നും ദ്വിതീയ മേഖലയെ അറിയപ്പെടുന്നു. സെക്കൻഡറി സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ എന്നും അറിയപ്പെടുന്നു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നത് സേവന മേഖലയാണ്. സേവന മേഖല എന്താണ്? ടെറിട്ടറി സെക്ടർ. മൂന്നാമത്തെ സെക്ടറിനെയാണ് സേവന മേഖല എന്നറിയപ്പെടുന്നത് തൃതീയ മേഖലയാണ്. അപ്പോൾ പ്രൈമറി സെക്ടർ എന്താണ്? മെയിനായിട്ടും അഗ്രികൾച്ചർ, കൃഷിയാണ് പറയുന്നത്. പ്രാഥമിക മേഖല കൃഷി, ദ്വിതീയ മേഖല അല്ലെങ്കിൽ സെക്കൻഡറി സെക്ടർ വ്യവസായ മേഖല, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന സേവന മേഖല തൃതീയ മേഖല, ബാങ്കിങ്, ഗതാഗതം എന്നിവ തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്നു. അപ്പോൾ ബാങ്കിങ്, ഗതാഗതം ഇതിനെ കൂടെയൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സംഭാവന, ഇന്ത്യയുടെ എക്കോണമിക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നത് ടെറിട്ടറി സെക്ടറാണ്. അതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നത് ബാങ്കിങ്, ഗതാഗതം, സേവന മേഖല എന്നും അറിയപ്പെടുന്നു. ഒരു വർഷം ഒരു രാജ്യത്ത് മൊത്തം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുകയാണ് എന്ത്? ദേശീയ വരുമാനം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്നുകൂടെ വായിക്കാം. ഒരു വർഷം ഒരു രാജ്യത്ത് മൊത്തം ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുകയാണ് ദേശീയ വരുമാനം. ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്ന സ്ഥാപനം ഏതാണ്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ് ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്ന സ്ഥാപനം. UNDP 2018 പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം 130-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യയുടെ മാനുഷിക വികസന സൂചിക താഴെ പറയുന്നവയിൽ ഏതാണ്? അപ്പോൾ 2018 നമുക്കതിപ്പോൾ ഇത്രയും 2018 ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം, അതിന് വലിയ പ്രാധാന്യം കൊടുക്കണ്ട. 2021 അല്ലെങ്കിൽ 2020 നോക്കിയാൽ മതിയാവും. 0.640 ആണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ മാനുഷിക വികസന സൂചിക. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? എല്ലാം ശരിയാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ന്യൂഡൽഹി ആസ്ഥാനമായി 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷൻ ഒരു ഉപദേശക സമിതിയാണ്. അപ്പം പ്ലാനിംഗ് കമ്മീഷൻ 1950 മാർച്ച് 15 നിലവിൽ വന്നത്. അതൊരു അഡ്വൈസറി ബോഡിയാണ്, ഉപദേശക സമിതിയാണ്. ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം 2015 ജനുവരി 1 മുതൽ നിലവിൽ വന്ന സംവിധാനമാണ് നിതി ആയോഗ്. 2015 ജനുവരി 1 പ്ലാനിംഗ് കമ്മീഷന് പകരം കൊണ്ടുവന്നതാണ് നിതി ആയോഗ്. നിതി ആയോഗിന്റെ ഉപാധ്യക്ഷനായ വൈസ് ചെയർമാനെ നിയമിക്കുന്നത് അധ്യക്ഷനായ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ആ ചോദ്യത്തിന് രണ്ട് ചോദ്യം നമുക്ക് കിട്ടും. നിതി ആയോഗിന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രി, ഉപാധ്യക്ഷൻ വൈസ് ചെയർമാൻ. ഈ ഉപാധ്യക്ഷനെ നിയമിക്കുന്നത് ആരാണ്? അധ്യക്ഷനായ പ്രധാനമന്ത്രിയാണ്. നിതി ആയോഗിന്റെ നിലവിലെ CEO അമിതാഭ് കാന്ത് ആണ്. ഒന്നുകൂടെ നോക്കാം. പ്ലാനിംഗ് കമ്മീഷൻ 1950 മാർച്ച് 12 അഡ്വൈസറി ബോഡിയാണ്.
പിന്നെ നിതി ആയോഗ് വന്നത് 2015 ജനുവരി 1-നാണ്. നിതി ആയോഗിൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രി, ഉപാധ്യക്ഷൻ വൈസ് ചെയർമാൻ. വൈസ് ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ് വൈസ് ചെയർമാനെ നിയമിക്കുന്നത്. നിതി ആയോഗിൻ്റെ നിലവിലെ CEO അമിതാഭ് കാന്താണ്. ചുവടെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? തെറ്റായ പ്രസ്താവന ആദ്യത്തെയാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1950-55 എന്നാണ് പറഞ്ഞു കൊടുത്തേക്കുന്നത്. അത് തെറ്റാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് മെഹലനോബിസ് മാതൃക. മെഹലനോബിസ് മോഡൽ എന്നറിയപ്പെടുന്നത് എന്താണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതി. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഹരോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നു. അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് ഗരീബി ഹട്ടാവോ. അപ്പോൾ ഒന്നുകൂടെ പറയാം. രണ്ടാം പഞ്ചവത്സര പദ്ധതി മെഹലനോബിസ് മാതൃക, ഒന്നാം പഞ്ചവത്സര പദ്ധതി ഹരോൾഡ് ഡോമർ മാതൃക, അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഗരീബി ഹട്ടാവോ. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്താണ്? 1951-56 കാലഘട്ടം. 50-55 അല്ല, 51 മുതൽ 56 വരെയായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി വന്നത്. 50 പ്ലാനിംഗ് കമ്മീഷൻ വന്നതല്ലേ ഉള്ളൂ. പിന്നെ അതിനെയൊക്കെ കുറച്ച് ചർച്ചയൊക്കെ ചെയ്തിട്ട് അവർ 51-ലാണ് സ്റ്റാർട്ട് ചെയ്തത്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പേര് മെഹലനോബിസ് മോഡൽ. ഒന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്ന മറ്റൊരു പേര് ഹരോൾഡ് ഡോമർ മോഡൽ. അഞ്ചാം പഞ്ചവത്സര പദ്ധതി ഗരീബി ഹട്ടാവോ. സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള 2019 നൊബേൽ സമ്മാന ജേതാക്കളിൽ ഉൾപ്പെടാത്തതാരാണ്? അപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിന് 2019 നൊബേൽ സമ്മാനം കിട്ടിയത് ആർക്കൊക്കെയാണ്? അഭിജിത്ത് ബാനർജി, എസ്തേർ ദുഫ്ലോ, മൈക്കൽ ക്രെമർ. അഭിജിത്ത് ബാനർജി ഇന്ത്യക്കാരനാണ്. അതുകൊണ്ട് തന്നെ ആ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള 2019 നൊബേൽ സമ്മാന ജേതാക്കളിൽ ഉൾപ്പെടാത്തതാരാണ്? അഭിജിത്ത് ബാനർജി, എസ്തേർ ദുഫ്ലോ, മൈക്കൽ ക്രെമർ. ഉൾപ്പെടാത്തതല്ല, ഇവരൊക്കെയാണ് അതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത്. ഉൾപ്പെടാത്ത ആളെ നമുക്ക് വേണ്ട, ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളത് ആരൊക്കെയാണ്? അഭിജിത്ത് ബാനർജി, എസ്തേർ ദുഫ്ലോ, മൈക്കൽ ക്രെമർ. അപ്പോൾ എക്കണോമിക്സിൻ്റെ 50 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 50 ചോദ്യങ്ങളാണ്. എക്കണോമിക്സ് പഠിക്കാൻ മടിയുള്ള എല്ലാവരും വീഡിയോ കാണുക. 2-3 വട്ടം റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ചോദ്യങ്ങളൊക്കെ മനസ്സിലാവും. നല്ല ഒരുവിധം മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് ചോദ്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ളത്. മിക്കവാറും ഒരു ഡിഗ്രി ലെവലിൻ്റെ എക്സാംസിനൊക്കെ ഇതുപോലെ താഴെ പറയുന്നവയിൽ ശരിയേത് തെറ്റേത് അങ്ങനത്തെ ചോദ്യങ്ങളായിരിക്കും വരുന്നത്. അതിനകത്ത് ചിലപ്പം ഓപ്ഷനിൽ ഒന്നും ശരിയല്ല, എല്ലാം ശരിയാണ്, അങ്ങനെയൊക്കെ ഓപ്ഷനിലുണ്ടാവും. അപ്പം നമുക്ക് കൺഫ്യൂസ്ഡ് ആയിപ്പോവും. അപ്പോൾ കൺഫ്യൂസ്ഡ് ആവാതെ നല്ല രീതിയിൽ എക്കണോമിക്സ് പഠിക്കുക. അപ്പോൾ LDക്ക് അത്രയൊന്നും കടുപ്പിക്കില്ല, സാധാരണ നോർമൽ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. പറയാൻ പറ്റില്ല, PSCയുടെ കാര്യമാണ്. എക്കണോമിക്സ് എല്ലാവരും പഠിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത കറണ്ട് അഫയേഴ്സ് നോക്കാം. രാജ്യത്ത് ആദ്യമായി തടവുകാരെ ചികിത്സിക്കുന്നതിനായി ജയിൽ വാർഡ് സ്ഥാപിക്കുന്നത് കേരളം. രാജ്യത്ത് ആദ്യമായി തടവുകാരെ ചികിത്സിക്കുന്നതിനായി ജയിൽ വാർഡ് സ്ഥാപിക്കുന്നത് കേരളം. ലാബിൽ സൃഷ്ടിച്ചെടുക്കുന്ന മാംസ്യം വിൽക്കുന്നതിന് അംഗീകാരം നൽകിയ ലോകത്തിലെ ആദ്യ രാജ്യമാണ് സിംഗപ്പൂർ. ആർട്ടിഫിഷ്യലായിട്ട് സൃഷ്ടിച്ചെടുക്കുന്ന മാംസ്യം വിൽക്കാൻ അംഗീകാരം നൽകിയ ലോകത്തിലെ ആദ്യ രാജ്യം സിംഗപ്പൂർ. കോവിഡ് വാക്സിൻ പൊതുജന ഉപയോഗത്തിന് അനുമതി നൽകുന്ന ആദ്യ രാജ്യം ഏതാണ്? ബ്രിട്ടൻ ആണ്. കോവിഡ് വാക്സിൻ പൊതുജനത്തിന് ഉപയോഗിക്കാനായിട്ട് അനുമതി നൽകിയ ആദ്യ രാജ്യം. 100 ഒക്ടീൻ അതായത് 100 ഒക്ടീൻ പെട്രോൾ ഇന്ത്യയിൽ ആദ്യമായി വിപണിയിൽ ഇറക്കിയ കമ്പനിയാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. മുല്ലൂർ സ്മാരകം നിലവിൽ വരാൻ പോകുന്നത് ചെങ്ങന്നൂർ. ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ടാവും. ചെങ്ങന്നൂരിലാണ് മുല്ലൂർ സ്മാരകം നിലവിൽ വന്നത്. ചെങ്ങന്നൂർ. ഒന്നുകൂടെ പറയാം. രാജ്യത്ത് ആദ്യമായി തടവുകാരെ ചികിത്സിക്കാനായി ജയിൽ വാർഡ് സ്ഥാപിക്കുന്നത് കേരളം. ലാബിൽ സൃഷ്ടിച്ച മാംസ്യം വിൽക്കാൻ അംഗീകാരം നൽകിയ ആദ്യ രാജ്യം സിംഗപ്പൂർ. കോവിഡ് വാക്സിൻ പൊതുജന ഉപയോഗത്തിന് അനുമതി നൽകുന്ന ആദ്യ രാജ്യം ബ്രിട്ടൻ. 100 ഒക്ടീൻ പെട്രോൾ ഇന്ത്യയിൽ ആദ്യമായി വിപണിയിൽ ഇറക്കിയത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. മുല്ലൂർ സ്മാരകം വരാൻ പോകുന്നത് ചെങ്ങന്നൂർ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യുക. താങ്ക്